മാന്യ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന റമദാൻ ദിന പരിപാടിയിലേക്ക് സ്വാഗതം. നോമ്പിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുകയാണ്. നോമ്പിൻ്റെ ഭക്ഷണ രീതി എങ്ങനെയാണെന്നും ഇസ്ലാമികപരമായിട്ട് അത് ഓരോ വ്യക്തിയും ഏത് തരത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നതും എന്നതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ വേണ്ടി ഇന്ന് നമ്മോട് കൂടിയുള്ളത് ബഹുമാനപ്പെട്ട ഫർസീൻ സക്കാഫി മഞ്ചേരിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഉസ്താദേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നോമ്പ് എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ചിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഇത് ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരു 13 മണിക്കൂറൊക്കെ ആയിരിക്കും ഈ നോമ്പിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മുതൽ നമ്മളൊന്നും കഴിക്കാതെ നോമ്പ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ആ ബാങ്ക് വിളി മുതൽ ഒന്നിച്ചൊരുപാട് ഭക്ഷണം കഴിക്കുക, അത് എനിക്ക് തോന്നുന്നു ഗുണത്തേക്കാളേറെ വലിയ ദ്രോഹം അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ നോമ്പ് തുറ കഴിഞ്ഞ്, അതായത് നമ്മുടെ ബാങ്ക് വിളി കഴിഞ്ഞ് എത്തരത്തിലാണ്, എങ്ങനെയാണ് നോമ്പ് തുറ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആദ്യം തന്നെ നോമ്പ് തുറക്കുമ്പോൾ 3 ഈത്തപ്പഴം കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് 3 കാരക്ക കഴിക്കണം. പിന്നീട് 3 കവിൾ വെള്ളം കുടിക്കണം. പിന്നെയാണ് ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് തീ തൊടാത്ത ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. പിന്നീടാണ് നമ്മൾ ബിരിയാണി പോലത്തെ അങ്ങനത്തെ വസ്തുക്കളെല്ലാം, തീ തൊട്ട ഭക്ഷണങ്ങളെല്ലാം കഴിക്കേണ്ടത്. ഇത് ഫുഖഹാ അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി ക്ലിയറായി പറഞ്ഞു തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചിട്ടകളോടുകൂടിയല്ല ആരും ഭക്ഷണം കഴിക്കുന്നത്. പലപ്പോഴും ഇതെല്ലാം ഒന്നിച്ചായിരിക്കും മിക്കവാറും ഒരു തീന്മേശയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ഉള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഘട്ടം ഘട്ടമായിട്ട് കഴിക്കുന്നതല്ലേ കൂടുതൽ നന്നാവുക? അതെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങൾ ലഭ്യമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ സൈന ആസാം എഴുതിയ ഒരു കവിത, ഫലസ്തീനിയൻ കവിയാണ്. അപ്പോൾ യുദ്ധങ്ങളെല്ലാം നടക്കുന്ന ഇടവേളകളിൽ റമദാൻ ആയിരുന്നല്ലോ, അത് പറഞ്ഞ ചില വാക്കുകൾ വളരെ പ്രശസ്തമാണ്. കവിതകളിലൂടെ അവർ എഴുതി അയച്ച, അതല്ലെങ്കിൽ സമൂഹം വായിച്ച ആശയങ്ങൾ, ഭക്ഷണം എന്ന പേരിൽ ഞങ്ങൾ എന്തെല്ലാമോ ഇവിടെ വാരിക്കൂട്ടി കഴിക്കുകയാണ്, യഥാർത്ഥത്തിൽ അതിന് രുചിയൊന്നുമില്ല, പിന്നെ ജീവൻ നിലനിർത്തണ്ടേ എന്ന രൂപത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് എന്നാണ് അവരെല്ലാം പറഞ്ഞത്. നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഭവങ്ങൾ, തീൻമേശകൾ എപ്പോഴും വിഭവ സമൃദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടത്. അതെ, മത്സരങ്ങളാണ് സ്ഥിരമായിട്ട് പല സ്ഥലത്തും കാണുന്നത്. ഇപ്പം ഓരോരോ ആൾക്കാർ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കിയെടുത്ത് അത് പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയായി ഈ ഇഫ്താർ മീറ്റുകൾ മാറിയിട്ടുണ്ട്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒട്ടും ഭൂഷണമായൊരു സാധനമല്ല. അവിടുന്ന് പറഞ്ഞു, മാ മലഅ ഇബ്നു ആദം വിആഅൻ ശർറൻ മിൻ ബത്ൻ, വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും മനുഷ്യൻ നിറക്കുന്നില്ല എന്ന് രസകരമായ രൂപത്തിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക എന്നത് ശരിക്കും ആരോഗ്യത്തിന് യോജിച്ചതും അല്ല. ഈ ഹദീസിൻ്റെ തുടർച്ചയായി കൊണ്ട് തന്നെ മുത്തുനബി പറയുന്നുണ്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഫസുലുസുൻ ലി ത്വആമിഹി, വയറിൻ്റെ 1/3 ഭാഗം ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കണം. വസുലുസുൻ ലി മാഇ, 1/3 ഭാഗം വെള്ളത്തിന് വേണ്ടി മാറ്റിവെക്കണം. ഫസുലുസുൻ ലിൽ ഹവാ, 1/3 ഭാഗം വായുവിന് വേണ്ടി മാറ്റിവെക്കണം. ഈ രൂപത്തിൽ ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അയാൾക്കുണ്ടാകേണ്ട ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഫലിക്കൂല. എന്ന് പറഞ്ഞാൽ ദഹന പ്രക്രിയകളൊക്കെ ക്ലിയർ ആയിട്ട് നടക്കും എന്നതാണ് ആ പറഞ്ഞതുകൊണ്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇബാദത്തുകളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് മനസ്സടുപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇഫ്താറിൻ്റെ സമയത്ത് നമ്മൾ വയറെല്ലാം ഫുള്ളായിട്ട് കഴിച്ചാൽ പിന്നീട് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് വരാറുള്ളത്. തറാവീഹ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു നിസ്കാരങ്ങളാണെങ്കിലും
അത് കൃത്യമായി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വരാറുണ്ട്. ഇതും മുത്തുനബി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അഹ്യു ഖുലൂബക്കും ബിഖില്ലത്തിൽ ലഹ്കി വഖില്ലത്തി ത്വആം. കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ജീവിപ്പിക്കുക അല്ലെങ്കിൽ ഉഷാറാക്കുക എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥ മനുഷ്യനുണ്ടാകും എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതേപോലെ തന്നെ മുത്തുനബി മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, മൻ അജാ ബത്തുനഹു, ഒരാളെ വയറിനെ വിശപ്പ് അനുഭവപ്പെടുത്തി എന്നിട്ട് പൂർണ്ണമായിട്ടും കഴിക്കുന്നില്ല, ഒരു ഭക്ഷണത്തിനോട് അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുന്ന സന്ദർഭങ്ങളിൽ തന്നെ വയറ് ഫുള്ളായിട്ട് കഴിക്കാത്ത രൂപത്തിൽ ഘട്ടം ഘട്ടമായിട്ടാണ് അയാൾ കഴിക്കുന്നത്, നേരത്തെ പറഞ്ഞ ക്രമപ്രകാരമാണ് കഴിക്കുന്നത് എങ്കിൽ അളുമത്ത് ഫിക്രത്തുഹൂന, അവൻ്റെ ചിന്താശേഷി കൂടും, ബുദ്ധി വർദ്ധിക്കും. വഫത്തിന കൽബുഹു, ഹൃദയമൊക്കെ ബുദ്ധി കൂർമ്മതയുള്ളതായിട്ട് മാറും. അതിൻ്റെ ധർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ അത് വളരെ സഹായകമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബാദത്തിൻ്റെ ലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കൽബിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. പക്ഷേ പൂർണ്ണമായിട്ടും വയറ് നിറച്ച് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഓൻ്റെ കാര്യങ്ങൾ തന്നെ ചിന്തിക്കാൻ കഴിയാത്തൊരു പ്രയാസം വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് അയാൾ ചിന്തിക്കുക? അതുകൊണ്ട് പൂർണ്ണമായിട്ടും വയറ് നിറച്ച് കഴിക്കുക എന്നത് ഭൂഷണമായ സംഗതിയല്ല എന്ന് മാത്രമല്ല, കുലു വഷ്റബു വലാ തുസ്രിഫൂന പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ തിന്നോളി കുടിച്ചോളി, പക്ഷെ അമിത വ്യയം ചെയ്യരുത്. നേരത്തെ പറഞ്ഞു തീൻ വിഭവങ്ങളൊക്കെ നിറക്കുക, അത് താഴെയുള്ള ആളുകളിലേക്ക് നോക്കാത്തത് കൊണ്ടാണ്. നമ്മൾ എപ്പോഴും മേലെയുള്ള ആളുകളിലേക്കാണ് നോക്കുക. അയാളുടെ വീട്ടിൽ ഇഫ്താർ ഒരുക്കിയപ്പോൾ 8 വിഭവങ്ങളുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ 16 എണ്ണം വേണം എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലൊക്കെ ഉണ്ട്. മത്സരങ്ങളാണ്. അതെ, കാരണം അതാണ് സ്റ്റാറ്റസ്. അതെ, സ്റ്റാറ്റസ് അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ. അപ്പോൾ വലാ തുസ്രിഫു എന്നതുകൂടി അതിനോട് ചേർത്ത് വായിക്കണം. അമിത വ്യയം ചെയ്യരുത്. എത്രയാണോ കഴിക്കാൻ പാകം, വിളിച്ച ആളുകൾക്ക് എത്ര കഴിക്കാൻ പാകമുണ്ടോ അതനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കണം. കഴിക്കുന്നവരും അത് ശ്രദ്ധിക്കണം. തങ്ങളുടെ വയറിനോട് അനുയോജ്യമായ രൂപത്തിലാണ് അവർ ഭക്ഷണം കഴിക്കേണ്ടത് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഉസ്താദെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള അല്ലെങ്കിൽ പല ആൾക്കാർക്കും സംശയമുള്ള വലിയൊരു കാര്യമാണ്. കാരണം ഭക്ഷണ രീതി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണോ നോമ്പെടുക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഭവിഷ്യത്ത് നാം ആരും ആ സമയത്ത് ആലോചിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ഒരു അധ്യായം കൂടി പൂർണ്ണമാവുകയാണ്. മറ്റ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. നന്ദി.